സ്മെല്ല് മാറിക്കൊണ്ട് പോകും. ഞാൻ ये मुसाफिरों की दुनिया है. त्रिवेंद्रम से कश्मीर तक एजुकेशन के वो सबका क्या सबका खुशबू बांटते रहते हैं, सबका विकास खुशबू बांटते रहते हैं यहाँ से कश्मीर तक. सही. मुंबई से हजरत को मिलना है. क्या इसका क्या नाम बेटे? मेरे साहब क्या नेम 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 ये रब्बानी है. रब्बानी शमामा है. शमाम ഇത് ലാസ്റ്റിങ് പറയണം കേട്ടോ എല്ലാവരും. सबके जारिया ആ സുഹൃത്തുക്കളെ माशाअल्लाह. എന്നോട് പലരും ചോദിക്കുന്നൊരു കാര്യമാണ് ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ. വർഷങ്ങളെടുത്തുള്ള യാത്രയാണ് ഞാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ടയേർഡ് ആവില്ല. സ്വാഭാവികമായിട്ട് ശാരീരികമായിട്ട് ചിലപ്പോൾ എന്തുണ്ടാവും, നമ്മൾ ലോങ് ഇരുന്ന് യാത്ര ചെയ്യുമ്പോൾ പിന്നെ അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടാവും. പക്ഷേ ഫിറ്റ്നസ് ഉണ്ടാവേണ്ടതില്ല എന്ന് ഞാൻ മനസ്സിലാക്കണം. ഇപ്പോൾ നസീബ് റബ്ബാനിയെ സംബന്ധിച്ചിടത്തോളം പഞ്ചാബിലേക്ക് ആദ്യമായി നമ്മൾ പറഞ്ഞേക്കുന്ന സമയത്ത് അവിടെ ഏതാണ്ട് 80 കിലോമീറ്റർ വരെ എൻ്റെ അറിവിൽ ഒരു ദിവസം സൈക്കിൾ ഓടിച്ചുകൊണ്ട് യാത്ര ചെയ്ത അനുഭവങ്ങളൊക്കെ അവർക്കുണ്ട്. അവർക്ക് നമ്മളന്ന് നസീബ് റബ്ബാനി, അൻസാർ റബ്ബാനി എന്നിവർക്ക് നമ്മൾ ഒരു 2 സൈക്കിൾ വാങ്ങിക്കൊടുക്കുകയാണ് ആദ്യം ചെയ്തിരുന്നത്. അപ്പോൾ അതുപയോഗിച്ചായിരുന്നു അവരുടെ യാത്രകൾ. അപ്പോൾ അത്തരത്തിലുള്ള സാഹസങ്ങളും പരിചയങ്ങളും എല്ലാം ഉള്ളതുകൊണ്ട് നസീബ് റബ്ബാനിക്ക് യാത്ര ഒന്നുകൂടി എളുപ്പമായിരിക്കും എന്നാണ് ഞാൻ മനസ്സിലായത്. അതിൻ്റെ ഒരു പ്രധാന എന്താ അറിയോ, നമുക്കൊരു മെൻ്റലി ഹെൽത്ത് ഭയങ്കരമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് പിന്നെ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഇതൊന്നൊരു വിഷയമല്ലാണ്ടായി മാറുന്നത്. തീർച്ചയായും. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പിന്നെ കോഴിക്കോട് നിന്ന് നമ്മൾ തിരുവനന്തപുരത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കോഴിക്കോട് കഴിഞ്ഞ ദിവസം കണ്ടു, ഒരുപാട് പരിപാടികളുണ്ടായിരുന്നു. സ്റ്റിക്കർ വർക്ക്, അതുപോലെ ഈ പെർഫ്യൂമിൻ്റെ കാര്യങ്ങൾ എല്ലാം സെറ്റ് ചെയ്തത് കോഴിക്കോട് നിന്നായിരുന്നു. അതുകൊണ്ട് 2-3 ദിവസം നമുക്ക് അവിടെ എന്ത് ചെയ്യേണ്ടി സ്പെൻഡ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നോളജ് സിറ്റിയിലാണ്. എന്താ വിശേഷം എന്ന് വെച്ചാൽ അവിടെ ഇന്ന് മുഫ്തി മീറ്റ് നടക്കുന്നുണ്ട്. അതായത് രാജ്യത്തെ എല്ലാ ഭാഗത്തു നിന്നുള്ള പ്രധാന മുഫ്തികളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട്. അപ്പോൾ ആ പ്രോഗ്രാമിലൊന്ന് ജോയിൻ ചെയ്യണം. പിന്നെ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, നമ്മുടെ റൂട്ടും കാര്യങ്ങളൊക്കെ എളുപ്പമാവും. പുതിയ പുതിയ വില്ലേജുകൾ കണ്ടെത്താനൊക്കെ എന്താവും, കൂടുതൽ എളുപ്പമാവും. അപ്പോൾ പറ്റുമെങ്കിൽ എന്ത് ചെയ്യണം, അവരൊക്കെ ഒന്ന് മീറ്റ് ചെയ്ത് അവരോട് യാത്രാ വിശേഷങ്ങളൊക്കെ ഒന്ന് പറയണം. അത് കഴിഞ്ഞ് നോളജ് സിറ്റിയിൽ നിന്ന് നേരെ എന്ത് ചെയ്യും, നമ്മൾ തിരുവനന്തപുരത്തേക്ക് പോകും. കോഴിക്കോട് നിന്ന് ഏകദേശം 400 സംതിങ്ങോ 500 കിലോമീറ്റർ അടുത്തെങ്ങാനാണ് ഉള്ളത് തിരുവനന്തപുരത്തേക്ക്. അപ്പോൾ നമ്മൾ 2 ടൈമായിട്ടാണ് പോവുക. അതായത് ഇന്ന് ഏകദേശം തൃശ്ശൂർ ആ ലെവലിലായിരിക്കും സ്റ്റേ ഉണ്ടാവുക. നാളെ എന്ത് ചെയ്യും, തിരുവനന്തപുരം എത്തുന്നൊരു രൂപമായിരിക്കും. നാളെ രാവിലെ ഇറങ്ങി പിന്നെ വൈകുന്നേരം ആകുമ്പോഴേക്കും തിരുവനന്തപുരം എത്തുന്ന ഒരു രൂപമായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ഏകദേശം നോളജ് സിറ്റി എത്താനായിട്ടുണ്ട്. നമുക്ക് ബാക്കി വിശേഷങ്ങൾ എന്ത് ചെയ്യാം, അവിടെ പോയി അവിടുത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് പരിചയപ്പെടാം. നോളജ് സിറ്റിയിൽ എത്തി കേട്ടോ. ഇതാ ഇവിടെ വെച്ചിട്ടാണ് പിന്നെ പ്രോഗ്രാം നടക്കുന്നത്. പിന്നെ അതിൻ്റെ വാഹനങ്ങളും കാര്യങ്ങളും തിരക്കുകളൊക്കെ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ എന്തായാലും നമുക്ക് എല്ലാം അങ്ങോട്ട് കടന്നു നോക്കാം. പ്രോഗ്രാമിൻ്റെ അവസാന ഘട്ടത്തിലാണ്. നമ്മുടെ റബ്ബാനി സുഹൃത്തുക്കൾക്കുള്ള സനത് ഇവിടെ നടക്കുകയാണ്. അപ്പോൾ ഞാൻ വളരെ വൈകിട്ടാണ് ഇവിടെ എത്തിയത്. നമുക്ക് ആ കാര്യങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടാം. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പഠനം പൂർത്തിയാക്കിയ റബ്ബാനികൾക്കുള്ള സനത് ഇവിടെ വെച്ച് കൊടുക്കുകയാണ്. നമുക്ക് അതിൻ്റെ വിശേഷം മാഷാ അല്ലാ, നമ്മുടെ റബ്ബാനി സുഹൃത്തുക്കളൊക്കെ സനത് സ്വീകരിക്കാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുകയാണ്. വളരെ വിപുലമായ ഒരു പ്രോഗ്രാമാണ്. ബഹുമാനപ്പെട്ട ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ചുള്ളിക്കോട് ഉസ്താദ്, അതുപോലെ രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളുണ്ട്. ഷെയ്ഖുന കാന്തപുരം ഉസ്താദ് റബ്ബാനി വിദ്യാർത്ഥികൾക്കും, അതുപോലെ ഇവിടെ ഒരുമിച്ച് കൂടിയ ധാരാളം മുഫ്തിമാരുണ്ട് വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ നിന്നുള്ള, അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുകയാണ്.
റബ്ബാനികൾ സനത് സ്വീകരിച്ച് തുടങ്ങിയിട്ടുണ്ട് മാഷാ അല്ലാ. അപ്പോൾ നമ്മുടെ രാജസ്ഥാനിലെ ഷുജാ ഷെരീഫിൽ നിന്നും അങ്ങനെ വിവിധ ഇന്ത്യയുടെ പ്രധാന ഭാഗങ്ങളിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ആളുകളാണ് പിന്നെ ഈ സദസ്സിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നത്, അതുപോലെ പ്രാർത്ഥന നടത്തുന്നത്. അങ്ങനെ സനതൊക്കെ സ്വീകരിച്ച് റബ്ബാനികളൊക്കെ ഒരുമിച്ച് ഉസ്താദുമാരായിട്ട് എടുത്ത് ഫോട്ടോ എടുക്കുകയാണ് കേട്ടോ. നിങ്ങളെല്ലാവരും കൂടെ വിഷയാക്കി. ഓക്കെ ഓക്കെ. അപ്പോൾ ഇതാ ഈ വർഷം പഠനം പൂർത്തിയാക്കി കർമ്മരംഗത്തേക്ക് ഇറങ്ങുന്ന റബ്ബാനികൾ ഇവരെന്തുണ്ടാവും, രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിൽ സജീവമായിട്ട് ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ അവരുടെ രക്ഷിതാക്കളും ഒക്കെ എത്തിയിട്ടുണ്ട്. ആ ഒരു സന്തോഷ നിമിഷം കാണാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. ഫാദുസ്താദാണ് റബ്ബാനി പിന്നെ ഈ ഒരു കോഴ്സ് കോർഡിനേറ്റ് ചെയ്യുന്നത്. അതെ, എന്താണ് ഈ റബ്ബാനികളുടെ സമൂഹത്തിൽ നിന്ന്? പ്രധാനമായി വിദ്യാഭ്യാസത്തിൻ്റെ പ്രചാരകരാവുക, പരിശുദ്ധമായ ദീനത്താത്ത സ്ഥലങ്ങളിൽ മതഭൗതിക വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളുമായി കർമ്മനിരതരാവുക, മനുഷ്യർക്ക് വേണ്ടി മറ്റുള്ളവർക്ക് വേണ്ടി സേവന നിരതരാവുക എന്നതാണ് റബ്ബാനികൾ ഉയർത്തുന്ന മോട്ടം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അധ്യാപനമുണ്ടല്ലോ, ജനങ്ങളിൽ ഏറ്റവും ഉത്തമർ ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്പെടുന്നവരാണ് എന്ന്. കൂടുതൽ സ്വന്തത്തിൽ ഒരു സ്വാർത്ഥത കൈവെടിഞ്ഞ് സമൂഹത്തിന് വേണ്ടി സേവന സന്നദ്ധരാവുക എന്നതാണ് റബ്ബാനികൾ പ്രധാനമായും ഇന്ത്യയിലുടനീളം ഉയർത്തിപ്പിടിക്കുന്നത്. ശരിക്കും ഈ ഒരു കോഴ്സ് കഴിയുമ്പോഴേക്കാൻ ആ ഒരു രൂപത്തിലായി വരുന്നു എന്നുള്ളതാണ് എന്തൊരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഞാൻ മനസ്സിലാക്കിയത്. കാരണം നമ്മൾ അവർക്കിടയിൽ ഒരാളായിട്ട് നമ്മൾ ജീവിച്ച്, അപ്പോൾ നമുക്ക് പിന്നെ നമ്മുടെ മനസ്സിലൊരു ഇതാണ് അങ്ങോട്ട് പോകണം, അല്ലെങ്കിൽ ചെയ്യണം എന്നുള്ള ഒരു സാധനം സ്വാഭാവികമായിട്ട് ഇവർ മനസ്സിലേക്ക് ഉണ്ടായി വരുന്നു എന്നുള്ളതാണ് അല്ലേ? തീർച്ചയായിട്ടും അത് നമ്മുടെ റബ്ബാനിയുടെ കരിക്കുലം അങ്ങനെയാണ് നമ്മൾ രൂപപ്പെടുത്തിയിട്ടുള്ളത്. പ്രധാനമായി ഈ പഠനം മാത്രമാകുന്ന ഒരു സിലബസ് അല്ല നമ്മുടെ. ഒരല്പസമയം പഠിച്ച് ബാക്കി കൂടുതൽ സമൂഹത്തിനിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ വേദനകളും അവരുടെ ദുഃഖങ്ങളിലും പങ്കുചേർന്ന് അതോടൊപ്പം അവരുടെ സന്തോഷങ്ങളിലും കൂടി ചേർന്ന് എല്ലാ അർത്ഥത്തിലും അവരിലൊരാളായി ചേർന്ന് അവരെ ഉയർത്തിക്കൊണ്ടുവരിക എന്നതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എന്നോട് പലരും ചോദിക്കുന്നൊരു കാര്യമാണ്, ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ വർഷങ്ങളെടുത്തുള്ള യാത്രയാണ് ഞാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്, അപ്പോൾ ടയേർഡ് ആവില്ലെന്ന്. സ്വാഭാവികമായിട്ട് ശാരീരികമായിട്ട് ചിലപ്പോൾ എന്തുണ്ടാവും, നമ്മൾ ലോങ് ഇരുന്ന് യാത്ര ചെയ്യുമ്പോൾ പിന്നെ അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടാവും. ഫിറ്റ്നസ് ഉണ്ടാവേണ്ടതില്ല എന്ന് ഞാൻ മനസ്സിലാക്കണം. ഇപ്പോൾ നസീബ് റബ്ബാനിയെ സംബന്ധിച്ചിടത്തോളം പഞ്ചാബിലേക്ക് ആദ്യമായി നമ്മൾ പറഞ്ഞേക്കുന്ന സമയത്ത് അവിടെ ഏതാണ്ട് 80 കിലോമീറ്റർ വരെ എൻ്റെ അറിവിൽ ഒരു ദിവസം സൈക്കിൾ ഓടിച്ചുകൊണ്ട് യാത്ര ചെയ്ത അനുഭവങ്ങളൊക്കെ അവർക്കുണ്ട്. അവർക്ക് നമ്മളന്ന് നസീബ് റബ്ബാനി, അൻസാർ റബ്ബാനി എന്നിവർക്ക് നമ്മൾ ഒരു 2 സൈക്കിൾ വാങ്ങിക്കൊടുക്കുകയാണ് ആദ്യം ചെയ്തിരുന്നത്. അപ്പോൾ അതുപയോഗിച്ചായിരുന്നു അവരുടെ യാത്രകൾ. അപ്പോൾ അത്തരത്തിലുള്ള സാഹസങ്ങളും പരിചയങ്ങളും എല്ലാം ഉള്ളതുകൊണ്ട് നസീബ് റബ്ബാനിക്ക് യാത്ര ഒന്നുകൂടി എളുപ്പമായിരിക്കും എന്നാണ് ഞാൻ മനസ്സിലായത്. അതിൻ്റെ ഒരു പ്രധാനം എന്താ അറിയോ, നമുക്കൊരു മെൻ്റലി ഹെൽത്ത് ഭയങ്കരമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് പിന്നെ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഇതൊന്നൊരു വിഷയമല്ലാണ്ടായി മാറുന്നത്. തീർച്ചയായും അങ്ങനെ യാത്രയുടെ സ്വഭാവങ്ങളിലൊന്നുണ്ട്, നമ്മൾ സംസ്കരിക്കപ്പെടുന്നു, സമുദ്ധരിക്കപ്പെടുന്നു. മറ്റൊന്ന് ഒരുപാട് സംസ്കാരങ്ങളുടെ കൈമാറ്റങ്ങളുണ്ടാകുന്നു. മറ്റൊന്ന് വിജ്ഞാനത്തിൻ്റെ കൊടുക്കൽ വാങ്ങലുകൾ ഉണ്ടാകുന്നു. ഒരുപാട് ഗുണങ്ങളുണ്ട്. പുതിയ കുറേ മോഹങ്ങൾ, അവരുടെ ബന്ധങ്ങൾ, നമ്മുടെ കോണ്ടാക്റ്റുകൾ വികസിക്കുന്നു. ഒരുപാട് ഗുണങ്ങൾ ഇതിൻ്റെ ഫലമായുണ്ട്. എല്ലാ അർത്ഥത്തിലും ഈ റബ്ബാനിയുടെ കുടുംബാംഗം എന്നുള്ള നിലയിൽ ഈ യാത്ര ഭംഗിയാട്ടെ എന്ന് ആശംസിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ വർഷത്തെ റബ്ബാനികളെ വിശേഷങ്ങൾ. ഇനി എന്തായാലും നമുക്ക് എന്ത് ചെയ്യാം, ഈ വീഡിയോ മെല്ലെ വൈൻഡപ്പ് ചെയ്യാം. കാരണം
ഇതിപ്പോൾ പ്രത്യേകിച്ച് നിങ്ങൾക്കൊന്നും അറിയാൻ താല്പര്യം ഉണ്ടാവില്ലല്ലോ. നമുക്ക് അടുത്ത വീഡിയോയിൽ ഒന്ന് നോളജ് സിറ്റി ഒന്ന് പരിചയപ്പെടുത്താം. കാരണം നമ്മൾ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളായിട്ട് യാത്ര ചെയ്യുമ്പോൾ വളരെ പ്രധാനമായിട്ട് പരിചയപ്പെടുത്തേണ്ട ഒരു സംഭവമാണ് ഈ നോളജ് സിറ്റി. അത് വിശാലമായിട്ട് നമുക്ക് യാത്ര തുടങ്ങിയിട്ടില്ലല്ലോ. നമ്മൾ ഈ തിരുവനന്തപുരത്ത് നിന്നാണ് യാത്ര ആരംഭിക്കാൻ പോകുന്നത്. അപ്പോൾ തിരുവനന്തപുരത്തേക്കുള്ള വഴിയിലായിരുന്നു. അപ്പോൾ ഒന്ന് നോളജ് സിറ്റിയിൽ പോകണം. പിന്നെ അതുപോലെ ഇതിൻ്റെ തൊട്ടടുത്താണല്ലോ മടവൂർ ഒന്ന് പോയി സിയാറത്ത് ചെയ്യണം. കാരണം നമുക്ക് ഒരു ഊർജ്ജം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ മഹത്തുക്കളായ പിന്നെ ആലിമീങ്ങൾ, അതായത് അള്ളാഹുവിൻ്റെ ഔലിയാക്കളെയൊക്കെ ഒന്ന് പോയിട്ട് അവിടെ പോയിട്ട് പിന്നെ നമ്മളൊന്ന് ദുആ ചെയ്താൽ തീർച്ചയായിട്ടും നമുക്ക് നല്ല ഊർജ്ജവും കാര്യങ്ങളൊക്കെ കിട്ടും. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ പഠിച്ച സ്ഥാപനമാണ് അൽ ഖമർ, അവിടെ ഒന്ന് പോകണം. അവിടെ പോയിട്ട് ഉസ്താദുമാരോടൊക്കെ വിഷയങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടെ യാത്രാ മധ്യേ പോകുന്ന വഴിയിലാണല്ലോ. അപ്പോൾ അവിടെയൊക്കെ കയറിയിട്ട് അങ്ങനെ നേരെ തിരുവനന്തപുരത്തേക്ക്. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.